ഹായ്, എന്താണെന്നല്ലേ ഇന്നേ ഒരു 8000 രൂപയുടെ ഒരു അൺബോക്സിംഗ് ആണ്. ഈ 8000 രൂപയുടെ അൺബോക്സിങ് ഞാൻ എടുത്തെടുത്ത് പറയാൻ കാരണം എന്താണെന്നറിയോ? ഞാൻ ഈ ഒരു എമൗണ്ട് ഈ ഒരു ഐറ്റത്തിന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ഐറ്റമാണ്. ഓക്കെ, ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോളെ ഞാൻ LKG ചേർത്തിട്ടുണ്ട്. ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ബാംഗ്ലൂർ സെറ്റിലാണ് കൈൻഡ് ഓഫ്. സോ ഇവിടെ എൻ്റെ കുട്ടീനെ ഞാൻ എൻ്റെ ഓഫീസിനടുത്തുള്ളൊരു സ്കൂളിൽ ചേർത്തു. ഓക്കെ, സ്കൂളിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, ഫീസ് ലെവൽ വെച്ചിട്ട് അതൊരു ഏവറേജ് സ്കൂളാണ്. ഏവറേജ് സ്കൂൾ എന്ന് ഫീസ് ലെവൽ സ്ട്രക്ചർ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള സ്കൂളൊക്കെ ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഇത് ഓക്കെ ഒരു ഏവറേജ് സ്കൂളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഓക്കെ ബെറ്ററാണ്, എൻവയൺമെൻറ്റ് ബെറ്ററാണ്, അതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക്സ് സ്കൂളിനെ കുറിച്ചുള്ള ഓക്കെയാണ്. ഓക്കെ അങ്ങനെ ചേർത്തിയാണ്. അപ്പോൾ ഫീസിൻ്റെ കാര്യത്തിൽ ഓൾറെഡി ഞാൻ എല്ലാവരും കേട്ടറിഞ്ഞ് ഓക്കെ സെറ്റായി മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ റെഡിയാണ്, കുഴപ്പമില്ല. നെക്സ്റ്റ് ബുക്സിൻ്റെ കാര്യം. അപ്പോൾ ഈ ബുക്സിൻ്റെ കാര്യം ഇങ്ങനൊരു എമൗണ്ട് ആവുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ ഈ എമൗണ്ട് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ വീടിനടുത്തൊരു ഫ്രണ്ട് ഉണ്ട് എനിക്ക്. അപ്പോൾ നല്ല കഷ്ടപ്പെട്ടിട്ട് തന്നെ വളർന്നവരാണ് ഞങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ വീടിനടുത്തൊരു ഫ്രണ്ട് ഉണ്ട് എനിക്ക്. അപ്പോൾ ഇച്ചു എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അവളെങ്ങനെയാണെന്ന് വെച്ചാൽ എന്നേക്കാൾ ഒരു വയസ്സ് മൂത്തതാണ്. അപ്പോൾ എന്നേക്കാൾ ഒരു വയസ്സ് മൂത്തെന്ന് ഉദ്ദേശിക്കുന്നത് എന്നേക്കാളും ഒരു ക്ലാസ് ഹയർ ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ 8ലാണെങ്കിൽ അവൾ 9 അങ്ങനെ. അപ്പോൾ ആ സമയത്തൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവളുടെ ബുക്കൊക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഗവൺമെൻറ് സ്കൂൾസിലാണ് പഠിച്ചത്. അപ്പോൾ ഒരു ആവറേജ് ഒരു ഐഡിയ ഉണ്ടല്ലോ എങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ എനിക്കിവിടെ വേറെ കസിൻസ് ഒന്നുമില്ല. എങ്ങനെ വെച്ചാൽ ബാംഗ്ലൂർ സെറ്റിൽഡ് ആയത് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ കേട്ട് പറയാം അങ്ങനെയൊന്നും ആരുണ്ടായിട്ടില്ല. ഓക്കെ, എന്നാലും എൻ്റെ മനസ്സിൽ ഒരു എമൗണ്ട് ഫിക്സ് ആക്കിയിട്ട് ഞാൻ പോയതാണ്. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഞാൻ ഷോക്കായി. ഈ 8000 രൂപ സ്റ്റാർട്ടിങ് ആണ്. ഓക്കെ, LKG പഠിക്കുന്ന കുട്ടിക്കാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ബാക്കി കിടക്കുകയാണ് വാങ്ങാൻ. യൂണിഫോം മുതൽ എല്ലാ സാധനങ്ങളും ബാക്കി കിടക്കുകയാണ്. അപ്പോൾ ഈ ജസ്റ്റ് ബേസിക് ബുക്സ് മാത്രമാണ് ഈ പറയുന്നത്. അപ്പോൾ ബുക്സ് ആൻഡ് സം ഐറ്റംസ് അവർ ആക്ടിവിറ്റിക്ക് വേണ്ടി കുറച്ച് ഐറ്റംസ് അവർ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം. ഇതിന് എമൗണ്ടിനേക്കാളും സർപ്രൈസിനേക്കാളും കൂടുതൽ എനിക്കപ്പോൾ ക്യൂരിയോസിറ്റിയും കൂടിയാണ്. കാരണം എന്താ വെച്ചാൽ അവർ ഏത് രീതിയിലായിരിക്കും ഇവർ ഈ സിലബസ് കൊണ്ടുപോകുന്നതെന്നില്ല. കാരണം നമ്മൾ ജോയിൻ ചെയ്യാൻ പോയി അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോയ ടൈമിൽ ഒരു ആവറേജ് ഒരു എന്തൊക്കെയായിരിക്കും പഠിപ്പിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു ഐഡിയ അവർ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഐറ്റംസ് കണ്ടു പോകുമ്പോഴത്തേക്ക് ഞാൻ റിയലി ഷോക്ക്ഡ്. ഇതൊക്കെ വെച്ചിട്ടാണ് അവർ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആരെങ്കിലും നോക്കി ക്യൂരിയോസിറ്റിയാണ് കൂടുതൽ. കാരണം ഈ ഐറ്റംസ് കാണുമ്പോഴല്ലേ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ ഇത്രയും ഐറ്റംസ് ഉണ്ട് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ ഐറ്റംസ് കാണിച്ചു തരട്ടെ. ഫസ്റ്റ് ഐറ്റം ഫസ്റ്റ് ഐറ്റം അവരുടെ ഫയലാണ്. എന്തൊക്കെയാണ് അവർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫയൽ. ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. അപ്പോൾ നെക്സ്റ്റ് കണ്ടോ, നമ്മൾ പൊതിയാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ പണ്ട് ന്യൂസ് പേപ്പറൊക്കെ വെച്ച് ന്യൂസ് പേപ്പറിനൊക്കെ കാലം കഴിഞ്ഞ് പോട്ടെ. അപ്പോൾ പൊതിയാൻ വേണ്ടി അവർ റോള് വരെ അവർ തന്നിട്ടുണ്ട്. ഓക്കെ, ഈവൻ നെയിം സ്ലിപ്പ് വരെ അവർ തന്നിട്ടുണ്ട്. ആ നെയിം സ്ലിപ്പ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഒക്കെ ഒരു യൂണിഫോമിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും. പിന്നെ അവർ സ്കൂളിൻ്റെ ഒരു ഡയറി തന്നിട്ടുണ്ട്. അതായത് അവരുടെ റിപ്പോർട്ട്സൊക്കെ നമുക്കറിയാമല്ലോ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡയറീസാണ്. അതൊക്കെ ഓക്കെ കേട്ടിട്ടുണ്ട്. ഓക്കെ നോർമലാണ്, കുഴപ്പമില്ല. മെയിൻ ഐറ്റം ജൂനിയർ KGയുടെ ലേണിംഗ് ഐറ്റംസാണ്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് തുറക്കാൻ കണ്ടോ, സ്റ്റീം കിറ്റ്. നിങ്ങൾക്ക് കാണാനാവുമെന്നറിയില്ല, ഇതാണ് സ്റ്റീം കിറ്റ്. അവർ ആപ്രിൻ മാതിരി ഒരു ഐറ്റംസ് വന്നിട്ടുണ്ട്. അതേമാതിരി അങ്ങനെ ഇതിൽ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട് കണ്ടോ. ഇങ്ങനെ കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു സ്റ്റീം കിറ്റ് ഉണ്ട്. സിലബസ് ബൈ സിലബസ് ആയിരിക്കാം. ബട്ട് കുറേ കണ്ടോ സ്റ്റിക്സ് തന്നിട്ടുണ്ട്. ഇതൊക്കെ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. അതായത് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അവരുടെ സിലബസ് ഇത്ര ഡിഫറെൻ്റ് ആണ് നമ്മൾ പഠിക്കുന്ന ടൈമിലുള്ളതിനേക്കാണെന്നുള്ളതാണ്. ഓക്കെ, സോ സം അതർ ഐറ്റംസ്. ഇങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. ഇതെങ്ങനെയൊക്കെ ആളാക്കാനും മനുഷ്യനാക്കാനൊക്കെ പറ്റുന്ന എന്തൊക്കെയോ, ഇതൊക്കെ വെച്ച് എന്തൊക്കെയോ പഠിപ്പിക്കാനായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കണ്ടോ, കുറേ ഐറ്റംസ് ഉണ്ട്. ഒന്നുമില്ല, പിന്നെ ഇടാം. പിന്നെ എന്തെന്നാ മൈലോ എന്തോ ഒരു ഐറ്റംസ് ഉണ്ട്. ഓക്കെ,
ഒരു ലോഡ് ഐറ്റംസ് വേറെയുണ്ട്. ഓക്കെ, എന്തൊക്കെയോ ബുക്സ് കണ്ടു. ബുക്സിൻ്റെ വേറെ എന്തൊക്കെയോ ആക്ടിവിറ്റി ഐറ്റംസാണ്. അതിനകത്ത് കുറേ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്, നമ്പേഴ്സൊക്കെ ഉണ്ട്. ഓക്കെ, ഇറ്റ്സ് എ വർക്ക്ഷീറ്റ് 1 അവർ പറയും. പിന്നെ അതേമാതിരി ബോർഡുണ്ട്. എന്താ ബോർഡപ്പാ? നമ്മളൊരു ബോർഡ് മാതിരി ഒരു സാധനമുണ്ട്. ഓക്കെ, പിന്നെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇങ്ങനെ എന്തൊക്കെയോ ബോർഡുകൾ, പിന്നെയും ആക്ടിവിറ്റി ബുക്സ് കുറയുന്നുണ്ട്. ക്ലീൻ ബോർഡ് ഉണ്ട് നമ്മളെ സ്ലേറ്റിൽ, അതിൻ്റെ സ്ലേറ്റിൻ്റെ വേറൊരു ബോർഡ്. പിന്നെ എന്താ, ക്യാൻവാസ് മാറ്റ്. എന്തൊക്കെയോ മാറ്റൊക്കെയാണ്. ക്യാൻവാസ് മാറ്റ് അതൊരു സാധനമുണ്ട്. ഇതായിരിക്കും മൈ നെയ്ബേഴ്സ് ആർ ഫൈൻ ഷീറ്റ്. അങ്ങനെ എന്തൊക്കെയോ ഫൈൻ ഷീറ്റുകളുണ്ട്. സം ബുക്സ് കൈൻഡ് ഐറ്റംസ്, ചെറിയ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. ഓക്കെ, ഇതൊരു സെറ്റായിട്ടേ ഉള്ളൂ. ഓക്കെ, ഇത് ആക്ടിവിറ്റി സെറ്റാണെന്ന് തോന്നുന്നു. നെക്സ്റ്റ് അവർക്ക് ഹാൻഡ്സ് ആക്ടിവിറ്റി പറഞ്ഞൊരു സാധനമുണ്ട്. ഓക്കെ, ഇത് നെക്സ്റ്റ് ലെവൽ ബുക്സാണ്. സോറി. അപ്പോൾ അങ്ങനെ ഒരു കുറേ ഐറ്റംസ് ഉണ്ട്. കണ്ടോ, എല്ലാം ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, എമൗണ്ട് നമ്മൾ കൊടുത്തതിനുള്ള ക്വാളിറ്റി കാണുന്നുണ്ട്. ബട്ട് നമ്മൾ പഠിക്കുന്ന ടൈമിലുള്ള എന്താ പറയുക, അതുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലാത്ത കുറേ എന്തൊക്കെയോ ഐറ്റംസ്. ചിലപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നല്ലതായിട്ട് തോന്നുന്നുണ്ട്. ബട്ട് ഇതിനൊക്കെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, നോർമൽ ഒരു മിനിമം വേജസ് ഒക്കെ എന്താ പറയുന്നത്, മിനിമം വേജസ് ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, ഞാൻ അങ്ങനെ മിനിമം വേജസ് ഏൺ ചെയ്യുന്ന ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പോൾ എനിക്കറിയാം അവർക്കിത് എത്രത്തോളം ഡിഫിക്കൽട്ടായിരിക്കും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഇവിടെ വന്ന് പഠിപ്പിക്കാനും. എന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് ഇവിടെ തന്നെയുള്ള ആൾക്കാരുണ്ടാവും മിനിമം വേജസിൽ വർക്ക് ചെയ്തല്ലേ. അപ്പോൾ അവർക്കൊക്കെ എത്രത്തോളം ഡിഫിക്കൽട്ടാണ് ഇതെന്നുള്ളത്, ഇത്ര എമൗണ്ട് എന്നുള്ളത് വേറെ ഒരു ഇഷ്യൂ. ഇതാണ് അവരെ ബുക്സ് തന്നെ. കണ്ടോ, ഇവിടെ ഇത്രയും ബുക്സുകളുണ്ട്. കണ്ടോ, ഓരോ ബുക്സുകളുണ്ട്. പല ടൈപ്സ് ബുക്സുകളുണ്ട്. ഇതെല്ലാം കണ്ടോ, ഒരു കുറേ ബുക്സ് കാണാം. ഒരു ലെവലായിട്ട് ഒരു കുറേ ബുക്സുകളുണ്ട്. അങ്ങനെ ഇവിടെ ഇത്രോളം ബുക്സുകളുണ്ട്. ഓക്കെ, അത് കൂടാതെ അവരൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിലുള്ള ഇത്രയും ഐറ്റംസ് മാത്രമാണ് ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത്. ഇത്രയും ഐറ്റംസ് കുട്ടികൾക്ക് ക്ലാസ്സിൽ കൊടുക്കുന്നതാണ് പറയുന്നത്. കൊടുക്കുമായിരിക്കും അവർ ആക്ടിവിറ്റീസ്. ഓക്കെ, സോ അറ്റ് എ ടൈം ഷോക്കിങ്ങും അതിലെ ക്യൂരിയോസിറ്റിയുമാണ് എനിക്ക് ഉണ്ടായിരുന്നത്. ഇതൊക്കെ കാണും, ഇത്ര എമൗണ്ട് കാണുകയൊക്കെ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഇനി യൂണിഫോമാണ്. അതിനി ഇതെന്താവും എന്നറിയില്ല. കാണാം.